ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗചയജ്ഞത്തിന്റെ 267 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് കാസർഗോഡ്. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീ ലക്ഷ്മൺ മാസ്റ്റർ കണ്ണൂർ. നമുക്ക് വേണ്ടി വായിക്കുന്നതും കണ്ണൂർ തന്നെയുള്ള ശ്രീ രാജനാണ്. മിസ്റ്റർ രാജൻ വന്നിട്ടുണ്ടല്ലോ അല്ലേ? സായിരാം. അപ്പൊ നമ്മുടെ ലക്ഷ്മൺ മാഷ് പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് വീഡിയോ ഓൺ ചെയ്ത് വായിച്ചു തുടങ്ങാം കേട്ടോ. സായിരാം മാഷേ. സായിരാം. ഓക്കെ, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം. ഞാൻ 3 ഓങ്കാരവും 3 സായി ഗായത്രിയും ജപിച്ചതിന് ശേഷം രാജൻ വീഡിയോ ഓൺ ചെയ്തു പാരായണം തുടങ്ങാം. പാരായണം 10 മിനിറ്റ്, മാക്സിമം പോയാൽ 12 മിനിറ്റ്. അതിനുശേഷം അനുഭവം പറയുക. സായിരാം. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സായിരാം. ശ്രീരാജൻ വീഡിയോ ഓൺ ചെയ്ത് പാരായണം ആരംഭിച്ചോളൂ. അറിയുന്ന ആള് തന്നെ രാജൻ. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എന്റെ പേര് രാജൻ. ഇപ്പോൾ കണ്ണൂർ സമിതിയിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. ഈശ്വരന്റെ രൂപം പ്രേമം. ഇന്ന് പാപഭീതി ഒട്ടുമില്ല. ദുഷ്കർമ്മങ്ങളും ഭീകര പ്രവൃത്തികളും നിത്യസംഭവങ്ങളായി മാറിയിരിക്കുന്നു. അവയുടെ ബാഹുല്യം വിവരണാതീതമാണ്. ഈശ്വരഭക്തി നാമാവിശേഷമായിരിക്കുന്നു. ഈശ്വരനാമം ജപിക്കുന്നതിലൂടെ മാത്രമേ ശാന്തിയും സുഖവും നേടാൻ കഴിയൂ എന്ന് മനസ്സിലാക്കൂ. യഥാർത്ഥ സുഖം. അടുത്ത യുഗാദിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാവാം. നവവത്സരം സുഖമാണോ ദുഃഖമാണോ കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, ഊഹിക്കുന്നു. സംവത്സരം പുതിയതാവാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മോശമായ സ്വഭാവ രീതികൾ, ആചാരങ്ങൾ, വഴക്കങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ പുതുവർഷം എങ്ങനെയാണ് നിങ്ങൾക്ക് നന്മ സമ്മാനിക്കുക? നിങ്ങൾ സൽഫലങ്ങൾക്ക് വേണ്ടി അഭിലഷിക്കുന്നു. പക്ഷേ സൽപ്രവൃത്തികളാണോ ചെയ്യുന്നത്? മറ്റുള്ളവർ നന്നായി പെരുമാറണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നിങ്ങൾ അവരോട് നല്ല രീതിയിലാണോ പെരുമാറുന്നത്? പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സുഖം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാനാവും? സൽക്കർമ്മങ്ങൾ തീർച്ചയായും സൽഫലങ്ങൾ സമ്മാനിക്കും. നല്ലത് കാണുക, കേൾക്കുക, ചെയ്യുക. പല നവവത്സരങ്ങളിലും കടന്നുപോയി. പക്ഷേ മനുഷ്യന്റെ ജീവിതഗതിയിൽ യാതൊരു മാറ്റവുമില്ല. എന്താണ് കാരണം? മനുഷ്യൻ എല്ലാത്തിനും സന്നിധാനം ചെയ്യുന്ന ജീവിതം അനുഭവവേദന ഒരു നടത്തുന്നില്ല. പ്രേമമാണ്. ഈ സനാതനമായ പ്രേമതത്വം തിരിച്ചറിയുകയാണ് നിങ്ങളുടെ മുഖ്യമായ കർത്തവ്യം. നിങ്ങൾ ശാന്തിയും സുഖവും ആഗ്രഹിക്കുന്നെങ്കിൽ യുഗാദി പവിത്ര കർമ്മങ്ങൾ ചെയ്യുമെന്ന് തീരുമാനം എടുക്കണം. മംഗളകരമായത് കാണുക.
മനു ചക്രവർത്തി മാനവരാശിക്ക് നൽകിയ ധർമ്മശാസ്ത്രങ്ങളാണ്. ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ നിഷ്കർഷമായോടെ അവ പാലിച്ചിരിക്കണം. നിങ്ങൾ ബാധ്യതയാണ്. തീർച്ചയായും അപ്പോൾ നിങ്ങൾ ആവശ്യമില്ല. വേദം പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ അമരത്വത്തിന്റെ പുത്രന്മാരാണ്. അതിനാൽ നന്മ നിറഞ്ഞവയായി എല്ലാം കാണണം, ചിന്തിക്കണം. ആളുകൾ ഈ ഉത്സവം എല്ലാ ഉല്ലാസങ്ങളോടും ആനന്ദത്തോടും ആഘോഷിക്കുന്നു. പക്ഷേ അവരുടെ ഉത്സാഹവും ആനന്ദവും ക്ഷണികമാണ്. അവ ഒരു ദിവസം പോലും നീണ്ടു നിൽക്കുന്നില്ല. അത് യഥാർത്ഥ നവവത്സര ആഘോഷമല്ല. നിങ്ങളുടെ ആനന്ദം എന്നത്തേക്കും ഉള്ളതായിരിക്കണം. അത് സ്ഥിരമായിരിക്കണം. യഥാർത്ഥ സന്തോഷം മേഘം പോലെ പെട്ടെന്ന് വരികയും പോകുകയും ചെയ്യുന്നതല്ല. നിങ്ങൾ ആനന്ദത്തോടെ ജനിച്ചവരാണ്. ആ ആനന്ദം നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. യുഗങ്ങളായി തലമുറകളായി നമ്മൾ യുഗാദി ആഘോഷിക്കുന്നതിന്റെ ആനന്ദം അനുഭവിക്കുന്നു. ഭാരതീയർ തങ്ങളുടെ ആത്മശക്തി കൊണ്ടും ആത്മീയത കൊണ്ടും ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും സമാധാനവും സുരക്ഷിതത്വവും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചരിത്രാതീത കാലം മുതൽ ഇന്നേ വരെ ഭാരതീയരുടെ പ്രാർത്ഥന സമസ്ത ലോക സുഖിനോ ഭവന്തു. പക്ഷെ ഇന്നത്തെ സ്ഥിതിയോ? മനുഷ്യൻ ലൗകികമായ അർത്ഥത്തിൽ പുരോഗതി നേടിയിട്ടുണ്ട്, പക്ഷേ ധാർമ്മികമായി അവൻ പിന്നോട്ട് പോയിരിക്കുന്നു. മനുഷ്യൻ അവന്റെ സങ്കുചിതത്വവും മറ്റുള്ളവരെ വിമർശിക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വാർത്ഥതയും സ്വാർത്ഥ താല്പര്യവുമാണ് ഇതിന്റെ കാരണം. മനുഷ്യൻ വസ്തുക്കളെയോ വ്യക്തികളെയോ അവയ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നില്ല. അവൻ എന്തിനെയെങ്കിലും അല്ലെങ്കിൽ ആരെയെങ്കിലും സ്നേഹിക്കുന്നത് അവന്റെ സ്വന്തം താല്പര്യത്തിനായാണ്. അവൻ സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നില്ല, രാജ്യക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നില്ല. അവൻ എൻ്റെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും സ്വാർത്ഥതയാൽ പ്രേരിതമാണ്. നമ്മൾ നമ്മുടെ സങ്കുചിത മനോഭാവവും സ്വാർത്ഥതയും ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ യുഗാദി അതിന്റെ ശരിയായ അർത്ഥത്തിൽ ആഘോഷിക്കാനാകൂ. യുഗാദി ദിനത്തിൽ ആളുകൾ വളരെ നേരത്തെ എഴുന്നേൽക്കുന്നു, പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നു, പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നു, മധുര പലഹാരങ്ങളും രുചികരമായ പല ഭക്ഷണപദാർത്ഥങ്ങളും ഭക്ഷിക്കുന്നു. ബാഹ്യ ശുചിത്വത്തിൽ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. ദുഷ്ടചിന്തകളും ദുഷ്ടവികാരങ്ങളും കൊണ്ട് മലിനീകൃതമായ സ്വന്തം ഹൃദയം ശുദ്ധീകരിക്കുന്നതിൽ ആർക്കും ഒരു താല്പര്യവുമില്ല. ബാഹ്യ ശുചിത്വം പരിപാലിക്കുന്നതും പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നതും താരതമ്യേന എളുപ്പമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതല്ല ഉത്സവങ്ങൾ ആഘോഷിക്കുന്നതിന്റെ ഉദ്ദേശവും ലക്ഷ്യവും. യുഗാദി ആഘോഷം ദുർഗുണങ്ങളെ ഉപേക്ഷിക്കുന്നതിലും ഹൃദയ പരിശുദ്ധി നേടുന്നതിനുമാണ്. മനുഷ്യ ഹൃദയം അതിന്റെ പ്രാക്തനമായ സ്ഥിതിയിലാണ്, വളരെ പവിത്രമാണ്. മനുഷ്യ ജന്മം ലഭിക്കുക എന്നത് വളരെ ദുഷ്കരമാണ്. അതും അത്രമാത്രം അമൂല്യ തുല്യമായ ഒരു ജന്മം നേടിയതിനു ശേഷം മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനെ പോലെ ജീവിക്കാൻ ഒരു ശ്രമവും നടത്തുന്നില്ല. ഇന്ന് മനുഷ്യൻ ഒരു കെട്ട് ആഗ്രഹങ്ങളായി തീർന്നിരിക്കുന്നു. തന്റെ സമയവും കഴിവും മുഴുവൻ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് ചിലവഴിക്കുന്നു. അത് സന്തോഷവും സുഖവും നൽകുമെന്ന തെറ്റിദ്ധാരണ അവൻ വച്ച് പുലർത്തുന്നു. തിരിച്ചറിയൂ, ആഗ്രഹരാഹിത്യമാണ് ഒരുവനെ ആത്യന്തികമായ പരമാനന്ദത്തിലേക്ക് നയിക്കുക. ശരിയായ സുഖം ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥയിലാണ് കൈവരുന്നത്. ദുർഗുണങ്ങളെ ഉപേക്ഷിക്കുക. ഒരുവൻ ദുർഗുണങ്ങളെ ഉപേക്ഷിക്കുന്ന ദിവസം, ഹൃദയം പ്രേമപൂരിതമാക്കുന്ന ദിവസം, ത്യാഗപാത സ്വീകരിക്കുന്ന ദിവസം, അതാണ് ശരിയായ യുഗാദി ദിനം. ഇന്ന് നിങ്ങൾ ഒരു പുതിയ ഷർട്ട് ധരിച്ചു എന്നിരിക്കട്ടെ. ആ ഷർട്ട് പുതു ഷർട്ടായി എത്ര നാൾ നിലനിൽക്കും? നാളെ അത് പഴയതാകുന്നു. ഇന്നത്തെ വർത്തമാന പത്രം നാളത്തെ പാഴ്ക്കടലാസ് ആകുന്നു. നമ്മുടെ ജീവിതം വർത്തമാന പത്രം പോലെയാണ്. ഒരിക്കൽ പത്രം വായിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് പിന്നെയും പിന്നെയും വായിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് മനുഷ്യജന്മം ലഭിച്ചിരിക്കുന്നു. ദുഃഖവും സുഖവുമുള്ള പല അനുഭവങ്ങൾ ഇതിനകം അനുഭവിച്ചിരിക്കുന്നു. ഇത്രയും മതി, ഇനിയൊരു ജന്മം കൂടി വേണമെന്ന് വിചാരിക്കരുത്. ഇന്നലത്തെ പത്രം ഇന്ന് വായിക്കാൻ ഇഷ്ടപ്പെടാത്ത പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈശ്വര, അവിടുന്ന് എനിക്ക് ഈ ജീവിതം തന്നു.
ഞാൻ ദുഃഖമുള്ളതും സുഖമുള്ളതുമായ പല അനുഭവങ്ങളും അനുഭവിച്ചു. എനിക്ക് ഇനിയും ഒരു ജന്മം ആവശ്യമില്ല. ഈ യുഗാദി ദിനത്തിൽ നിങ്ങളുടെ ശ്രദ്ധിക്കും തീരുമാനമെടുക്കുക. കഴിഞ്ഞത് പോകട്ടെ, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മുമ്പിലുള്ള റോഡ് നോക്കി വേണം സഞ്ചരിക്കാൻ. പുറകിലോട്ട് നോക്കുന്നത് എന്തർത്ഥമാണുള്ളത്? അതുപോലെ കഴിഞ്ഞതിനെ പറ്റി ചിന്തിച്ച് ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. ഭാവി അനിശ്ചിതമാണ്. നിങ്ങൾ നാളത്തേക്ക് ജീവിതത്തിന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് ഭാവിയെ ഓർത്ത് ക്ലേശിക്കരുത്. ഇന്ന് ഈ വർത്തമാന കാലത്തിൽ ജീവിക്കുക. ഭൂതകാല കർമ്മങ്ങളുടെ ഫലങ്ങളും ഭാവി കാലത്തെ വിത്തുകളും വർത്തമാന കാലത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിനാൽ വർത്തമാനകാലം വേണ്ടതുപോലെ ഉപയോഗിക്കുമ്പോൾ സ്വന്തം ഭാവി നിങ്ങൾ സുരക്ഷിതമാക്കുകയാണ്. തെല്ലും സംശയത്തിന് അവകാശമില്ല. സകലതും നിങ്ങളുടെ നന്മയ്ക്കാണെന്ന് കരുതുക. ഇതാണ് യുഗാദി ഉത്സവത്തിന്റെ പ്രാഥമിക സന്ദേശം. സംഭവിക്കുന്നതെല്ലാം ഈശ്വരന്റെ വരദാനമായി സ്വീകരിക്കുക. ഭഗവാൻ യുഗാദി പ്രഭാഷണങ്ങളിൽ നിന്ന്. ജയ് സായിരാം. സായിരാം. അത് നന്നായി വായിച്ചു. ഇനി ഈ അനുഭവങ്ങൾ പങ്കുവെക്കുക. നിങ്ങളെ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് അനുഭവങ്ങൾ പറയാം. സായിരാം. സായിരാം. ഓം ശ്രീ സായിരാം. പ്രിയങ്കരനായ സ്വാമിയുടെ തൃപാദങ്ങളിൽ പത്മങ്ങളിൽ എൻ്റെ പ്രേമപൂർവമായ പ്രണാമങ്ങൾ. ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ പേര് രാജൻ. ഇപ്പോൾ കണ്ണൂർ സമിതിയിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. ഞാൻ ആദ്യമായി സ്വാമിയെ കാണുന്നത് ഏകദേശം 60 വർഷം സ്വാമി ഫോട്ടോ ഏകദേശം 60 വർഷങ്ങൾക്ക് മുന്നെയാണ്. ഏകദേശം എനിക്ക് 10 വയസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അന്ന് ഞങ്ങളുടെ പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, അമ്മയ്ക്ക് ഒരു സന്യാസി ഒരു ശിവക്ഷേത്രത്തിൽ പോയപ്പോൾ കൊടുത്തതായിരുന്നു. അതായത് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, ഈ ഫോട്ടോ വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കും, എല്ലാ വിഷമങ്ങളും തീരും. അമ്മ അത് വാങ്ങുകയും ചെയ്തു. തിരിച്ച് രണ്ടാമത്തെ റൗണ്ട് പ്രദക്ഷിണം വെച്ച് അവിടെ എത്തുമ്പോഴേക്കും ആ സന്യാസിയെ കാണാനില്ല. അമ്മ ആ ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ചു. അത്ര മാത്രമേ അന്ന് സ്വാമിയെ പറ്റി അറിയുന്നുള്ളൂ. ഞങ്ങൾക്ക് അതിനെപ്പറ്റി വേറെ യാതൊരു ഇതുമില്ല. സ്വാമിയാണെന്നല്ല, ഭഗവാൻ ശ്രീ സത്യസായി ബാബ എന്ന് മാത്രമാണ് ആ ഫോട്ടോന്റെ താഴെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പൂജാമുറിയിൽ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുക ചെയ്തിട്ടുള്ളൂ. പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ ജോലിക്കായിട്ട് വെസ്റ്റ് ബംഗാളിലാണ് പോയിരുന്നത്. ദുർഗാപൂർ എന്ന സ്ഥലത്താണ് എനിക്ക് ആദ്യമായിട്ടുള്ള ജോലിയുടെ അപ്പോയിൻമെന്റ് കിട്ടുന്നത്. അതായത് റാണിഗഞ്ചിലാണ് ഫാക്ടറിയും ബാക്കി സൗകര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ താമസിക്കുന്നത് ദുർഗാപൂർ എന്ന സ്ഥലത്തായിരുന്നു. അപ്പോഴും എനിക്ക് സ്വാമിയെ പറ്റിയോ വീട്ടിൽ ആർക്കും സ്വാമിയെ പറ്റിയോ ഒന്നും അറിയില്ല. പൂജ എപ്പോഴും പിന്നെ വീട്ടിൽ നിന്ന് പൂജാമുറിയിൽ വെച്ച് പൂജ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് എനിക്ക് അവിടുന്ന് ജോലി സ്ഥലത്തേക്ക് വളരെ ദൂരമുണ്ട്. ഏകദേശം 40 കിലോമീറ്ററോളം ജോലി സ്ഥലത്തേക്ക് പോകണം. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ജോലി സ്ഥലത്തേക്ക് 40 കിലോമീറ്റർ. ജോലി സ്ഥലം എന്ന് പറഞ്ഞാൽ ജോലി ഓഫീസിലേക്ക്. അവിടുന്ന് ഏകദേശം 100 കിലോമീറ്റർ ഏരിയയിലാണ് എൻ്റെ ജോലി നടക്കുന്നത്. അതായത് ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറും അതുപോലെ പ്രൊഡക്ഷൻ മാനേജറായിട്ടാണ് അവിടെ ജോലി എടുക്കുന്നത്. പക്ഷെ മാർക്കറ്റിംഗ് മാനേജർ എന്നുള്ള നിലയെത്തുമ്പോൾ അത് കോൾമൈൻ ഏരിയ ആയതുകൊണ്ട് എനിക്ക് വളരെ ദൂരം വരെ യാത്ര ചെയ്യേണ്ടി വരാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എല്ലാ ദിവസവും, പക്ഷെ ഞാൻ പോകുന്നത് ദുർഗാപൂരിൽ നിന്ന് ഈ റാണിഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഒരു GT റോഡിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. റാണിഗഞ്ച് GT റോഡിൽ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ്, കൽക്കത്ത മുതൽ പെഷവാർ വരെയുള്ള റോഡാണ്. വളരെ തിക്കും തിരക്കും പിടിച്ചിട്ടുള്ള ട്രാഫിക് ആയിരിക്കും അതിൻ്റെ അകത്ത്. ആ വഴിയാണ് ഞാൻ പോകേണ്ടത്. ഒരു ദിവസം ഓഫീസിലേക്ക് പോകുകയായിരുന്നു. അതിന് മുന്നേ ഏതായാലും ദുർഗാപൂരിൽ നിന്ന് പിന്നെ GT റോഡ് എത്തുന്നതിന് മുന്നേ ഒരു കാളി ക്ഷേത്രമുണ്ട്. അധികവും എല്ലാവരും കാളി ക്ഷേത്രത്തിൽ പോയി തൊഴുത് വന്നിട്ടാണ് പോകുന്നത്. കാരണം ഈ GT റോഡ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡേഞ്ചറസ് സ്ഥലമാണ്. എല്ലാം വനാന്തരങ്ങളിലൂടെയാണ് പോകേണ്ടത്.
പിന്നെ കൂടാതെ എല്ലാം കോൾ മൈൻസ് ആണ്, ഈസ്റ്റേൺ കോൾഫീൽഡിന്റെ സ്ഥലങ്ങളാണ് അതൊക്കെ. അവിടെ ദുർഗാപുരം തന്നെ എന്റെ ആളുടെ ബൈക്കിലൂടെയാണ്. അപ്പോഴേ ബൈക്കുണ്ട്, കാറുണ്ട്, കമ്പനിയൊക്കെ, എങ്കിലും ബൈക്കിലൂടെയാണ് പോയിരുന്നത്. ഒരു ദിവസം ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ദുർഗാപുരിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം മധ്യത്തിലെത്തുമ്പോഴേക്ക് അണ്ടാർ എന്നുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ സാധാരണ ഡേഞ്ചർ പ്ലേസ് ആണത്. എന്നാൽ പോകുന്ന സമയത്ത് രാവിലെയാണ് കേട്ടോ, 9-9:30 മണിയായി കാണും. ഏകദേശം അവിടെ മെയിൻ ഗേറ്റ്, അതായത് റെയിൽ ഗേറ്റ് ക്രോസ് ചെയ്യുമ്പോഴന്നെ ട്രാഫിക്കുകൾ കുറഞ്ഞുകൊണ്ടേ വരുന്നുണ്ട്. ട്രാഫിക്കുകൾ കുറഞ്ഞുകൊണ്ടേ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക്കുകൾ ഇല്ല. ലോറി ഇത്രയും പിന്നെ ഒന്നിന് പിന്നാലെ നടക്കുന്ന ആ GT റോഡിൽ പിന്നെ വണ്ടികളൊക്കെ കുറഞ്ഞു വരികയാണ്. ഞാൻ മുന്നോട്ട് നോക്കുന്നുണ്ട്, എന്നാലും എനിക്ക് സംശയം എന്തോ ആക്സിഡന്റ് ആയത് കാണും, ഇല്ലെങ്കിൽ അത് ആയിരിക്കില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ആക്സിഡന്റ് ഒന്നല്ല, സാവധാനത്തിൽ എല്ലാ വണ്ടികളും അങ്ങനെ നിന്ന് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്ക് GT റോഡിലൂടെ യാത്ര ചെയ്യാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഭയമുണ്ട് കേട്ടോ. എന്നാലും പെട്ടെന്നാണ് ഞാൻ കാണുന്നത്, ഞാൻ ഇടത് വശത്തൂടെയാണ് പോകുന്നത്. വലത് വശത്ത് ഒരാൾ നിൽക്കുന്നു. ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഒരു സന്യാസി രൂപത്തിലാണ് അയാൾ വന്നു അവിടെ നിന്ന് ദൂരത്ത് തന്നെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തിയപ്പോഴാണ് അയാള് വന്നു. എങ്ങനെയാണ് എന്താണെന്ന് മാത്രമേ ചോദിച്ചു. വണ്ടി നിർത്തി, വണ്ടി സ്റ്റാൻഡിൽ നിർത്തിച്ചു അയാള്. അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് അവര് പറയുന്നത്, നിന്റെ അമ്മ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ ഓടിയെത്തിയതെന്ന്. അപ്പൊ എൻ്റെ അമ്മ ഉള്ളത് 2700 കിലോമീറ്റർ ദൂരെ കേരളത്തിലാണ്. ഇദ്ദേഹം പറയുന്നത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ആ സമയത്ത്. പിന്നീട് ഞങ്ങൾക്ക് തോന്നി ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നീട് കൂടുതലായിട്ട് അയാൾ ഓരോ വീട്ടിലെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും നാട്ടിൽ പോയിട്ട് വന്നതല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പൊ ഫാമിലിനെ ഞാൻ പറഞ്ഞ ഫാമിലി പ്രസവിക്കാൻ പോയിട്ടുണ്ടെന്ന്. അത്രയും പറഞ്ഞു ഒരു ആൺകുട്ടിയായിരിക്കും ജനിക്കുമെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും പിന്നെ എന്നെ അടുത്തേക്ക് വരികയാണ്. എന്നോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ അമ്പലത്തിൽ പോകാറില്ലേ എന്ന് ചോദിച്ചു. പോകാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അവരോട് ചോദിച്ചു, ഞാൻ ഇപ്പോഴും കാളി ക്ഷേത്രത്തിൽ നിന്നാണ് ഇപ്പോഴും വന്നത്. നിങ്ങള് ആ ക്ഷേത്രത്തിൽ കണ്ട ആളാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല, ഞാൻ ഇപ്പൊ വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നേരെ അദ്ദേഹം പറഞ്ഞത് വീട്ടിലെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോഴെനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്, ഇതെന്താ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയുന്നത്. പറഞ്ഞു, പിന്നെ നിങ്ങൾ ഇപ്രാവശ്യം പോയിട്ട് അടുത്ത ക്ഷേത്രത്തിൽ പോയിട്ടില്ലേ, ആ ഒരു മുത്തപ്പനും തിരുവപ്പനും ഉള്ള ക്ഷേത്രത്തിൽ? ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നി. ഇവരെല്ലാം അവിടെയും പോയി വരുന്നതാണ് എന്നുള്ളതാണ് തോന്നിയത്. അല്ലാതെ മുത്തപ്പനെയും തിരുവപ്പനെയും എന്നിലും എത്തിക്കുക എന്നുള്ളതല്ല. അപ്പൊ അവിടെ കൊടുക്കാനുള്ള പൈസ ബാക്കി കൊടുക്കാനുണ്ടല്ലോ എന്ന് പറയും. എനിക്ക് പൈസ തരാനുണ്ടല്ലോ എന്ന് പറയും. ഉടൻ അടുത്ത ചോദ്യം അതാണ്, എനിക്ക് നിങ്ങൾ പൈസ തരാനുണ്ട്, ആ പൈസ എനിക്ക് ഇപ്പോഴും വേണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പോഴാണ് മുത്തപ്പന്റെയും തിരുവപ്പന്റെയും കൂടെ പറഞ്ഞു, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇത്ര പൈസയിലേ കൊടുത്തുള്ളൂ, ബാക്കി പൈസ എനിക്ക് ഇപ്പൊ വേണമെന്ന് പറഞ്ഞു. ഞാൻ പേഴ്സ് തുറന്ന് വേഗം ഉള്ള പൈസകൾ കുറച്ച് പൈസ എടുത്തു കൊടുത്തു. കാരണം എന്തായാലും ഒരു സന്യാസിയാണ്, എന്ത് കൊടുത്താലും അത് പിന്നെ പുണ്യമാണെന്നുള്ള നിലയിലാണ് കൊടുക്കുന്നത്. അവിടെ കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ചോദിക്കാൻ തുടങ്ങി, പിന്നെ എനിക്ക് പിന്നെ ഈ പൈസ മാത്രം പോരാ, ഈ ഉള്ള പൈസ കുറെ ഇനിയും തരാനുണ്ട് എന്ന് പറഞ്ഞ് കൂടുതൽ പൈസ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാ പൈസയും ഏകദേശം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴും തിരിച്ച് എന്നോട് പറയാണ്, ഈ കുറച്ച് പൈസ നീ തിരിച്ചു വെച്ചോളൂ, ബാക്കി പൈസ ഇത്ര മതി നിങ്ങൾക്ക്, പിന്നെ ചെലവിന് വേണ്ടിയിട്ടും ഇത്ര മതിയെന്നും പറഞ്ഞിട്ടാണ് തരുന്നത്. പിന്നെ അപ്പോഴാണ് പറയുന്നത് എന്നോട്, ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിച്ചിട്ടല്ല അല്ലേ, എന്നാൽ ഞാൻ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിപ്പിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കൽക്കരി കഷ്ണം താഴെ കാണിച്ചു തന്നിട്ടുണ്ട്, ആ കഷ്ണം എടുത്തു തരുമെന്ന് പറഞ്ഞു. ഞാൻ താഴെ റോഡിലുള്ള ഒരു കൽക്കരി കഷ്ണം എടുത്ത് ഈ സന്യാസിയുടെ കയ്യിൽ കൊടുത്തു.
കയ്യിൽ കൊടുത്തിട്ട് എന്നിട്ടൊന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു വാ തുറക്കുന്നു പറഞ്ഞു. പിന്നെ അത് അമർത്തി പിടിക്കുകയാണ് ചെയ്തത്. അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു വാ തുറക്കുന്നു പറഞ്ഞു. ഞാൻ വാ തുറന്നു കൊടുത്തു. വാ തുറന്നു കൊടുത്ത സമയത്ത് അത് അങ്ങനെ വായിലേക്ക് എറിഞ്ഞു തന്നു. വായിലേക്ക് എറിഞ്ഞു തന്നുമ്പോൾ കത്തി ആയിരുന്നില്ല ഞാൻ കൊടുത്തത്, അത് കൽക്കണ്ടമായിരുന്നു ശരിക്കും. അപ്പൊ ഇപ്പോഴും എന്നെ വിശ്വാസമായോ എന്ന് ചോദിച്ചു. എന്നിട്ട് എനിക്ക് വിശ്വാസമായി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു. ഞാൻ എല്ലാവരും പറഞ്ഞു നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ എന്ന് ചോദിച്ചു. തിരിച്ച് അന്നത്തെ ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു, നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ബ്ലാക്ക്മെയിൽ ഒന്നും ചെയ്യുന്നതല്ല, ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്നും പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അവര് പറയാണ്, പിന്നെ ഈ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, കാളിവാടിയിലാണോ താമസിക്കുന്നത്, അല്ല എവിടെയാണ് താമസിക്കുന്നത്? അപ്പൊ പറഞ്ഞു എനിക്ക് എങ്ങനെ നിങ്ങളെ കാണാൻ പറ്റും എന്നുള്ളതായി എന്റെ ചോദ്യം. അപ്പൊ പറഞ്ഞു എന്നെ എന്തിനാ കാണുന്നത്? ഞാൻ പറഞ്ഞു എന്നാലും കാണണ്ടേന്ന് പറഞ്ഞു. കാണണ്ടേന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ എന്നെ കാണുന്നത് നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ടുണ്ടോ എന്ന് വെച്ചു, നിങ്ങളുടെ നാട്ടിൽ. ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, ഗുരുവായൂർ പോയിട്ടുണ്ട്. അതിലും വലിയ അമ്പലം ഉണ്ടല്ലോ വേറെ. ഞാൻ തിരുപ്പതിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതെ തിരുപ്പതിയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇതിന്റെ മധ്യത്തിൽ ഒരു സ്ഥലമുണ്ട്, അതിന്റെ പേര് പർത്തി എന്നാണ്, ഞാൻ അവിടെയാണ് ഉണ്ടാവുക, എന്നെ അവിടെ വെച്ച് നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു മിനിറ്റ് ഉള്ളൂ, ആ ഒരു സെക്കൻഡ് കൊണ്ട് എന്നോട് പറഞ്ഞു ഇനി നിങ്ങൾ പോയിക്കോളൂ, നേരെ നോക്കാതെ പോയിക്കോളൂ, ഞാൻ പോകുന്നുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ടാണെന്ന് അറിയില്ല GT റോഡ് മുഴുവൻ ഇദ്ദേഹത്തെ പിന്നെ കാണുന്നില്ല. ആ ട്രക്ക് മുഴുവൻ എത്രയോ ട്രക്കുകൾ ഇങ്ങനെ തുരതുരാന്ന് പറഞ്ഞ് വരികയാണ്. ഞാൻ വിചാരിച്ചു ഇത്രയും ഒരു മിനിറ്റ് കൊണ്ട് എത്ര ട്രക്കുകൾ ഇങ്ങനെ ഓടി വരാൻ എന്തായാലും കഴിയില്ല. അപ്പൊ തിരിഞ്ഞു നോക്കാനും പറ്റൂലല്ലോ. നേരെ വണ്ടി ഓടിച്ച് ഓഫീസിലെത്തിയപ്പോഴാണ് ഞാൻ പേഴ്സ് തുറന്നൊന്ന് നോക്കിയത്. ശരിക്കും ഇത് സത്യം തന്നെയാണോ അല്ല എൻ്റെ ഇവിടെ ഒരു ബോധക്കേട് കൊണ്ട് വന്നതാണോ എന്നൊക്കെ നോക്കുമ്പോൾ ശരിയാണ്, എൻ്റെ പൈസ എല്ലാം പോയിരുന്നു. അതിൽ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ. ഓഫീസിൽ നിന്ന് പിന്നെ പൈസ എടുത്ത് ഞാൻ വെച്ചു. ഇതാണ് ഒരു ഇതുണ്ട്. പക്ഷെ എന്നാൽ ഞാൻ അത് കഴിഞ്ഞിട്ടും സ്വാമിയുടെ പുട്ടപർത്തിയിൽ പോയിട്ടില്ലായിരുന്നു. പിന്നെയും 4-5 കൊല്ലം കഴിഞ്ഞു സ്വാമിയുടെ പുട്ടപർത്തിയിൽ എത്താൻ വേണ്ടിയിട്ട്. അത് ഏകദേശം എനിക്ക് തോന്നുന്നു 65-ാം പിന്നെ സ്വാമിയുടെ ബർത്ത്ഡേക്ക് ആയിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകന് ഏകദേശം ഞാൻ ലീവിൽ വന്നതാണ്. മകനാണെങ്കിൽ 5 വയസ്സ് പ്രായം. അപ്പോഴാണ് പിന്നെ തലപ്പുറ സമിതിയിലുള്ളതും പിന്നെ എൻ്റെ ഒരു ബ്രദറുമായിട്ടുള്ള പ്രദീപനാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ നമുക്ക് സ്വാമിയുടെ അവിടെ പോകാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ സ്വാമിയുടെ അവിടെ പുട്ടപർത്തിയിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്. എൻ്റെ മകനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അന്ന് അവന് സ്വാമി കൊണ്ട് പിന്നെ സ്വാമി ചോക്ലേറ്റ് എറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ അവൻ ഒരു ചോക്ലേറ്റ് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്വാമിയെ കണ്ടല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പിറ്റേ ദിവസം തിരിച്ച് വന്നു. വളരെ സന്തോഷത്തോടുകൂടി വന്നു. പിന്നെ ഒരു സംഭവം ഉണ്ടായത്, ഞങ്ങൾ ഫാമിലി ആയിട്ട്, അതായത് 2 കുട്ടികളാണ് എനിക്കുള്ളത്. മകളും എഞ്ചിനീയേഴ്സാണ്. മകൻ ഇപ്പോൾ അമേരിക്കയിലാണ്, മകള് UAE-യിലാണ്. 2 പേരും ജോലി എടുക്കുന്നുണ്ട്, 2 പേരും കുട്ടികളാകുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ പിന്നെ അമരാവതി എന്നുള്ള സ്ഥലത്താണ് ജോലി ചെയ്തിരുന്നപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്ക് പോകുമ്പോൾ സാധാരണഗതിയിൽ നാട്ടിലേക്ക് പോകുന്നത് ഭഗവാനെ കണ്ടിട്ട് പുട്ടപർത്തിയിൽ നിന്നാണ് പിന്നെ തിരിച്ച് നാട്ടിലേക്കാണ് പോവുക. തിരിച്ചു വരുമ്പോഴും നേരിട്ട് വരാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു പ്രാവശ്യത്തെ ടിക്കറ്റ് എടുത്ത് ആദ്യത്തെ 2 പ്രാവശ്യം ക്യാൻസൽ ആക്കേണ്ട വന്നു. എന്തോ പിന്നെ ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നിന്നുള്ള ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ലീവ് കിട്ടാത്തതുകൊണ്ട്. 3-ാമത്തെ പ്രാവശ്യം ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ പറഞ്ഞു നിങ്ങൾ പിന്നെ സ്വാമിയെ കാണാനാണോ പോകുന്നത്? ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. എന്നാൽ സ്വാമി അവിടെയല്ല ഉള്ളത്, സ്വാമി വൈറ്റ് ഫീൽഡിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. ശരി, എനിക്ക് വൈറ്റ് ഫീൽഡിലേക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ എടുത്തു. ഞങ്ങൾ വൈറ്റ് ഫീൽഡിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഏകദേശം ട്രെയിന് പിന്നെ കുറച്ച് ലേറ്റ് വൈറ്റ് ഫീൽഡ് എത്തുന്നതിന് മുന്നേ ആ ട്രെയിന് വൈറ്റ് ഫീൽഡിൽ നിൽക്കില്ലെന്ന് പറഞ്ഞു. അതിന് മുന്നത്തെ സ്റ്റേഷനിൽ ഞങ്ങൾ പിന്നെ ഒരു വയസ്സായ ഒരാള് ഞങ്ങൾ ഗൈഡ് ചെയ്തു. എങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ടുള്ളൂ, അടുത്ത ട്രെയിൻ വരും, അടുത്ത ട്രെയിനിൽ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ നേരെ പിന്നെ വൈറ്റ്ഫീൽഡിലെത്തി. വൈറ്റ്ഫീൽഡ് ട്രസ്റ്റിന്റെ അപ്പോൾ ഞങ്ങൾ അവിടെ അക്കോമഡേഷൻ ഒരു നിവൃത്തിയില്ല അക്കോമഡേഷൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ വളരെ അക്കോമഡേഷൻ പോയി നോക്കി, അവർ പറഞ്ഞു ഇല്ല ഇവിടെ കിട്ടിയില്ല, എന്ത് ചെയ്താലും കിട്ടില്ല എന്ന് പറയും. എന്ത് ചെയ്താലും കിട്ടില്ല, പുറത്ത് പോയി നോക്കി ഞങ്ങൾ കുട്ടികളും എല്ലാം ഉണ്ടല്ലോ. ഞങ്ങൾ കുറേ സമയം പരിശീലിച്ചു. അയാൾ 12 മണിയാകുമ്പോൾ അക്കോമഡേഷൻ ചാർജ് കൂട്ടിയിട്ട് പോകുന്നില്ല, നിങ്ങളിവിടെ നിൽക്കണ്ട പോയിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ ഒരു 15 മിനിറ്റ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഏറ്റവും നല്ല നീളം കൂടിയിട്ടുള്ള ഒരു മനുഷ്യൻ വന്ന് ഒരു സേവാദാനം വെള്ള ഡ്രസ്സിലിട്ടിട്ട് ഒരാൾ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു എന്താ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കും. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ റൂമിലേക്ക് വന്നു. അക്കോമഡേഷൻ റൂം അദ്ദേഹം തുറന്ന് ഞങ്ങളും അകത്ത് പോയി സംഗതി ചോദിച്ചു. അതിനെപ്പറ്റി ഇങ്ങനെയാണ് ഉള്ളത്, അക്കോമഡേഷൻ വേണം, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആരില്ല, നിങ്ങൾ എവിടുന്നാ വരുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ അമരാവതിയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അമരാവതിയിൽ ഞാൻ പല പ്രാവശ്യമായിട്ട് വന്നിട്ടുണ്ട്, എനിക്ക് അമരാവതി അറിയാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു 3:20 ഒരാൾ വരും, അവിടെ വന്നിട്ട് അയാൾ ചാവി തരും എന്ന് പറഞ്ഞു. അവിടെ താമസിച്ചെന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും ചോദിച്ചു നിങ്ങളുടെ സായിരാമിന്റെ പേരെന്താണ് ചോദിച്ചത്. അന്നേരം പറഞ്ഞു പാർത്ഥസാരഥി എൻ്റെ പേര്. അത്രമാത്രം പറഞ്ഞ് അവർ കൂട്ടിയിട്ട് പോയി. ഞാൻ 3 മണിക്ക് മറ്റേ അക്കോമഡേഷൻ്റെ ആൾ വന്നപ്പോഴാണ് അവർ പറഞ്ഞ് ഇവിടെ അങ്ങനെ ഒരു അക്കോമഡേഷൻ തരാൻ വേണ്ടി ആരുമില്ല, എങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ഇതായിട്ട് പറഞ്ഞു. എന്തായാലും ശരി 3:20 കാത്തിക്കുന്നു. 3:20 ഒരു സേവാദാള് ഒരു ചാവിയായിട്ട് വന്ന് ആ ചാവിയായിട്ട് അവരെ റൂം കാണിച്ചു തന്നു. റൂമ് ഗസ്റ്റ് ഹൗസിലെ 2ാം നമ്പർ റൂമായിരുന്നു. ഞങ്ങൾ ആ 3-4 ദിവസം സ്വാമിയുടെ ഇതിൽ തന്നെ അവിടെ താമസിച്ച് ആ ഹോമങ്ങൾ യജ്ഞങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോയത്. ഓം ശ്രീ സായിരാം. അതുകൊണ്ട് ഇവിടെ സമർപ്പിച്ചവർക്കും പിന്നീടാണ് എനിക്ക് റേഞ്ചിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ചിലത് വ്യക്തമായിട്ടില്ല രാജാ. നിങ്ങൾക്ക് റേഞ്ചിന്റെ പ്രശ്നം, നെറ്റിന്റെ എന്തോ പ്രശ്നം വ്യക്തമായിട്ടില്ല. ബാക്കിയെല്ലാം വളരെ ഭംഗിയായി. വീഡിയോ ഒന്ന് ഓഫ് ചെയ്താൽ മതി മാഷെ, വീഡിയോ ഓഫ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ പിന്നീടാണ് പാർത്ഥസാരഥി ആരാണെന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചു. പാർത്ഥസാരഥി അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ തങ്കേച്ചിയുടെ കൽപ്പമ്പലുള്ള തങ്കേച്ചിയുടെ മകനുണ്ട് സുനിൽ. അപ്പൊ സുനിലിനോട് പറഞ്ഞു ഇങ്ങനെ ഒരാളാണ് എനിക്ക് ചാവി തന്നത്, ഈ ആ പാർത്ഥസാരഥി സാറിനോട് ഒന്ന് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞു. അപ്പോഴേ 2 ദിവസം അവൻ എല്ലാവരും തിരക്കി പോയി നോക്കി. പിന്നെ വന്നിട്ട് 3-ാമത്തെ ദിവസം വന്നിട്ട് ഇവിടെ അങ്ങനെ ഒരു പാർത്ഥസാരഥി എന്ന് പറഞ്ഞിട്ട് ഒരാളും ഇല്ല, അത് ആരാണെന്ന് അറിയാം, ഇനി നിങ്ങൾ അവരെ പറ്റി അന്വേഷിക്കും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒന്ന് തിരിച്ചു വന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ ശരിക്കും അർജുനന്റെ സാരഥിയാണ്. അത് ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോഴും ആരാണെന്നുള്ളത് ഇന്നും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. സായിരാം. നല്ല അനുഭവങ്ങളാണല്ലോ മാഷെ. മാഷെ ദുർഗാപൂരാണിരുന്നല്ലേ? ഞാൻ ദുർഗാപൂർ 25 വർഷം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാം. സായിരാം. സ്വാമിയുടെ പ്രസന്റേഷൻ. സായിരാം. అనేక జనులు తనను తాను నరుడనియే తలచినారు. A number of people think that they are only human beings. ఏ జరిగిన నరజన్మము సార్థకమో తెలియలేదు. But they do not know by knowing which their life becomes sanctified. నరజన్మమునందు పుట్టి they are born as human beings. నరజన్మమునందు పెరిగి they are growing as human beings. నరసింగములైన వారు తొలి సంగతి మరచినారు. People who have become lions but they have forgotten their original home. నరమత భేదములు పెంచి అసురత్వం స్వీకరించి సమరాలను స్వాగతించి శాంతి సభలు జరుపుతారు. They are developing all sorts of differences between people and misunderstanding, wars
are also developed. తన కొరకే బ్రతుకువాడు మనుషుని ఎట్టవుదా? తన కోసం తాను బ్రతికేటువంటి వాడు మానవుడు అవుతాడా? If a person lives for himself, how can you call him a man at all? സായിരാം രാജ, ഒരു ഭജന നിങ്ങൾ പാടിക്കോളൂ. നമ പാർവതി പതയേ ഹര ഹര, നമ പാർവതി പതയേ ഹര ഹര, ഹര ഹര ശങ്കര മഹാദേവാ, ഹര ഹര ശങ്കര മഹാദേവാ, ഹര 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 മഹാദേവാ, ഹര ഹര മഹാദേവാ, ശിവ 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 സദാ ശിവാ, ശിവ 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 സദാ ശിവാ, മഹാദേവാ ശിവാ, മഹാദേവാ ശിവാ, സദാ ശിവാ ദേവാ, സദാ ശിവാ ദേവാ, നമ പാർവതി പദയേ ഹര ഹര, ഹര ഹര ശങ്കര മഹാദേവാ, ഹര 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 മഹാദേവാ, ശിവ 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 സദാ ശിവാ, മഹാദേവാ സദാ ശിവാ, സദാ ശിവാ മഹാദേവാ, സദാ ശിവാ ദേവാ, നമ പാർവതി പതയേ ഹര ഹര, ഹര ശങ്കര മഹാദേവാ. സായിരാം. 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 സായി ഉപമ. ഏറ്റവും വലിയ രോഗം അശാന്തിയാണ്. മനസ്സിന് ശാന്തി ലഭിക്കുമ്പോൾ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് നല്ല ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ അവനവന്റെ വികാരങ്ങൾ, വിചാരങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവയെ ജാഗ്രതയോടെ നിരീക്ഷിക്കണം. നിങ്ങൾ അഴുക്കുകളയാൻ വസ്ത്രങ്ങൾ കഴുകുന്നത് പോലെ മനസ്സിനെ മലിനമുക്തമാക്കുവാൻ നിരന്തരം ശ്രമിക്കണം. അല്ലെങ്കിൽ മാലിന്യം അടിഞ്ഞുകൂടി അതൊരു ശീലമായി തീരും. അത് നിങ്ങളാകുന്ന അലക്കുകാരന് പ്രയാസമായും മനസ്സാകുന്ന വസ്ത്രത്തിന് കേടുവരുത്തുവാനും ഇടയാകുന്നു. വൃത്തിയാക്കൽ ഒരു ദൈനംദിന കർമ്മമാണ്. മനസ്സിൽ ഒരു മാലിന്യവും അടിഞ്ഞുകൂടുന്നില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് മാലിന്യം ഉണ്ടാകുവാൻ സാധ്യതയുള്ള കൂട്ടുകെട്ടിൽ നിന്നും വിട്ടുനിൽക്കണം. അസത്യം, അനീതി, അച്ചടക്കരാഹിത്യം, ക്രൂരത, വെറുപ്പ് എന്നിവയാണ് മാലിന്യങ്ങൾ. സത്യം, ധർമ്മം, ശാന്തി, പ്രേമം എന്നീ ഗുണങ്ങളാണ് നിർമ്മലമായ ഘടകങ്ങൾ. ജയ സായിരാം. സായിരാം. സായിരാം രാജ, പാരായണം നന്നായി, അനുഭവങ്ങൾ അതിൽ നന്നായി, ഭജനയും നന്നായി. ഭഗവാന്റെ കൃപക്ക് ഇനിയും അർഹനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജനെ എനിക്ക് മുൻപേ പരിചയം എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പ്രശാന്തിയിലെ സേവക്കാണ്. പിന്നെ അടുത്ത കാലത്ത് കണ്ണൂർ സമിതിയിൽ വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സായിരാം. ശാന്തി. സായിരാം. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരാം.